യുഎന്നിന്റെ കഴിവും ശക്തിയുമൊക്കെ നശിച്ചു. എല്ലാത്തിനുമേൽ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുഎൻ എന്നായിരുന്നു വിശ്വാസം. എന്നാൽ ഈ സംഘടന ബലഹീനമായി കൊണ്ടിരിക്കുകയാണെന്നാണ് സമീപകാലങ്ങളിലെ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഗസയെ നോക്കുമ്പോൾ ഗസയിൽ ഇസ്രായേൽ ഫലസ്തീനികൾക്കെതിരെ നടത്തുന്നത് വംശഹത്യയാണെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ രേഖപ്പെടുത്തുന്നത്. 1948 വംശഹത്യ കൺവെൻഷൻ നിർവചിച്ചിരിക്കുന്ന 5 വംശഹത്യാ മാനദണ്ഡങ്ങളിൽ 4 ഇസ്രായേൽ ചെയ്തിട്ടുണ്ടെന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും 72 പേജുള്ള രേഖയിൽ യുഎൻ ആരോപിക്കുന്നുണ്ട്. യുദ്ധത്തെക്കുറിച്ചുള്ള ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തവും ആധികാരികവുമായ കണ്ടെത്തലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് യുഎൻ പുറത്തുവിട്ടത്. അപ്പോഴും വകവയ്ക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ഇസ്രായേൽ. ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഉപരോധം നീക്കണമെന്നും ആവർത്തിച്ചാവർത്തിച്ച് യുഎൻ പറയുമ്പോഴും അത് വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെയൊരു സംഘടന എന്ന് ലോകം വിരൽ ചൂണ്ടി ചോദിക്കുന്നു. ഒരു കാലത്ത് മനുഷ്യരാശിയുടെ സംരക്ഷണത്തിന്റെ നെടുംതൂണായിരുന്ന ഐക്യരാഷ്ട്രസഭയുടെ കരുത്ത് എവിടെ പോയി? എന്തുകൊണ്ടാണ് യുഎന്നിന് ഒന്നും ചെയ്യാനാകാതെ പോകുന്നത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. സുഡാനിലെ പ്രതിസന്ധി മുതൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ആക്രമണം വരെ ഐക്യരാഷ്ട്രസഭയുടെ പരാജയം വ്യക്തമാക്കുന്നു. ഗസയിലെത്തി നിൽക്കുമ്പോൾ സംഘടനയുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് കാണാനാകുന്നത്. ഇനിയും വൈകിയാൽ മുൻഗാമിയായ ലീഗ് ഓഫ് നേഷൻസിന്റെ ഗതിയാകും യുഎന്നിന് വരാനിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് നൽകുന്നവരുമുണ്ട്. 1945 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎൻ രൂപീകരിക്കപ്പെട്ടത് ലോക സമാധാനം സംരക്ഷിക്കാനാണ്. 6 മുഖ്യ വിഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് 15-അംഗ രക്ഷാസമിതി. തൊട്ടടുത്ത സ്ഥാനം പൊതുസഭ അഥവാ ജനറൽ അസംബ്ലിക്കാണുള്ളത്. ലോകത്തെവിടെയും യുദ്ധമോ മറ്റേതെങ്കിലും വിധത്തിലുള്ള സംഘർഷമോ ഉണ്ടായാൽ അതിന് അതിവേഗം പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നത് രക്ഷാസമിതിയുടെ ഉത്തരവാദിത്തമാണ്. യുദ്ധം നടക്കുന്നയിടങ്ങളിൽ സമാധാന സേനയെ വിന്യസിക്കുക, സംഘർഷത്തിനിടയാക്കുന്നവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതും രക്ഷാസമിതിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും വലിയ ദൗർബല്യം യഥാർത്ഥ ശക്തി നിലനിൽക്കുന്ന ഈ സുരക്ഷാ കൗൺസിലിന്റെ ഘടനയിലാണ്. രക്ഷാസമിതിയിൽ സ്ഥിരാംഗങ്ങൾ, താൽക്കാലിക അംഗങ്ങൾ എന്നിങ്ങനെ 2 തരം അംഗങ്ങളുണ്ട്. അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ 5 രാജ്യങ്ങളാണ് പെർമനന്റ് 5, ചുരുക്കത്തിൽ P5 എന്നും അറിയപ്പെടുന്നു. മറ്റംഗങ്ങൾക്കില്ലാത്ത പദവിയും പ്രാധാന്യവും ഈ സ്ഥിരാംഗങ്ങൾക്ക് നൽകുന്നത് അവരുടെ വീറ്റോ അധികാരമാണ്. ഒരു പ്രമേയം കൊണ്ടുവന്നാൽ രക്ഷാസമിതിയിലെ മൊത്തം 15 അംഗങ്ങളിൽ 14 വരെ അനുകൂലിച്ചാലും ഒരു സ്ഥിരാംഗം എതിർത്താൽ ആ പ്രമേയം പാസ്സാകില്ല. ഗസയിലേതടക്കം പല സുപ്രധാന പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും പരിഹാരം കാണാനാകാതെ രക്ഷാസമിതിക്ക് നിസ്സഹായമായി നിൽക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടാണ്. ഗസയുടെ കാര്യത്തിൽ വീറ്റോ പ്രയോഗിക്കുക ആരാണെന്ന് ഊഹിക്കാമല്ലോ, അമേരിക്ക തന്നെയായിരിക്കും. ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ 2023 മുതൽ 6 തവണയെങ്കിലും US വീറ്റോ ചെയ്തിട്ടുണ്ട്. ജനറൽ അസംബ്ലിയിൽ ഭൂരിപക്ഷ വോട്ടുകളോടെ പ്രമേയം പാസ്സാക്കാമെങ്കിലും അത് പലപ്പോഴും സാധ്യമല്ല. 2023 ഒക്ടോബർ 27-ന് 193 അംഗരാഷ്ട്രങ്ങളിൽ 120 പേർ ജനറൽ അസംബ്ലിയിൽ വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. UN സെക്രട്ടറി ജനറൽ അപൂർവമായി ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ 99 ഉപയോഗിച്ച് രക്ഷാസമിതിയിലും വെടിനിർത്തലിന് ആഹ്വാനമുയർന്നു. എന്നാൽ US വീറ്റോ മൂലം അത് വീണ്ടും പരാജയപ്പെടുകയായിരുന്നു. ഇതേ വർഷം ഡിസംബർ 22-ന് സെക്യൂരിറ്റി കൗൺസിൽ ഗസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായത്തിനുള്ള ഒരു പ്രമേയം അംഗീകരിച്ചു. എന്നാൽ അവിടെയും US വോട്ട് ചെയ്യാതെ വിട്ടുനിൽക്കുകയായിരുന്നു. US ഇസ്രായേലിന്റെ പ്രധാന സഖ്യകക്ഷിയാണ്. ആയുധങ്ങളടക്കം എല്ലാ പിന്തുണയും നൽകി ഇസ്രായേലിന്റെ കൂടെ തന്നെ നിൽക്കുന്നുമുണ്ട്. 1967 മുതൽ ഗസ അധിനിവേശത്തിനെതിരെ UN വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. 2008, 2012, 2014, 2021, 2022 എന്നീ വർഷങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിലെല്ലാം UN ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല. US 30-ലധികം തവണ ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വീറ്റോ ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. USന്റെ വീറ്റോകൾ തന്നെയാണ് ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിനും UNന് തടസ്സമായത്. UN പക്ഷപാതപരമാണെന്ന് പറഞ്ഞ ഇസ്രായേലും അവരുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നുണ്ട്. ഗസയെ ഹമാസിൽ നിന്ന് മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് UN സംസാരിക്കുന്നില്ല, ബന്ദികളെ അവഗണിക്കുന്നു തുടങ്ങി പല ന്യായങ്ങളും നിരത്തുന്നുണ്ട് ഇസ്രായേൽ. UN പരാജയപ്പെട്ടതായി ഫലസ്തീൻ കണക്കാക്കുന്നുണ്ടെങ്കിലും സംഘടനയുടെ ശക്തി നശിച്ചതായി വിശ്വസിക്കുന്നില്ല. അന്താരാഷ്ട്ര സമൂഹം ശക്തിരഹിതമല്ല. UN ചാർട്ടറും നിയമങ്ങളും ഉപയോഗിക്കാനും അവർ ആഹ്വാനം ചെയ്തിട്ടുണ്ട്.
UN 1945 രൂപം കൊള്ളുമ്പോൾ ഉണ്ടായിരുന്നത് പോലുള്ള രാജ്യാന്തര സാഹചര്യങ്ങളല്ല ഇപ്പോഴുള്ളത്. രാജ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറെക്കുറെ വ്യത്യസ്തമാണ്. അതിനെയെല്ലാം ഫലപ്രദമായി നേരിടാൻ കഴിയുന്ന മാറ്റങ്ങൾ UN-ൽ കൊണ്ടുവരണമെന്ന ആവശ്യം വളരെ മുൻപ് തന്നെ ഉയർന്നിരുന്നു. UN-നെ ഇപ്പോഴത്തെ അർദ്ധനിർജീവാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ വേഗത്തിലുള്ള മാറ്റം അനിവാര്യമാണെന്ന് ലോകരാഷ്ട്ര നേതാക്കളും പൊതുവെ അഭിപ്രായപ്പെട്ടിരുന്നു. സംഘടനയുടെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തണമെന്നാണ് പ്രധാന ആവശ്യം. സ്ഥിരാംഗങ്ങളുടെ എണ്ണം കൂട്ടണമെന്നും നേരത്തെ നിർദ്ദേശം നിലവിലുണ്ട്. UN-ന്റെ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഇതാദ്യമല്ല. 1994 റുവാണ്ട, 1995 ബോസ്നിയ, 2003 ഡാർഫൂർ എന്നിവിടങ്ങളിൽ നടന്ന വംശഹത്യയിലും UN ഇടപെടൽ ഏറെ വൈകിയിരുന്നു. റുവാണ്ടയിൽ UN പീസ് കീപ്പർമാർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അംഗരാജ്യങ്ങൾ ഇടപെട്ടില്ല. വലിയ ശക്തികളുടെ സൈനിക ഇടപെടലില്ലാതെ വംശഹത്യയെ തടയാൻ UN-ന് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം മുന്നിൽ നിൽക്കവെയാണ് ഐക്യരാഷ്ട്രസഭ സമാധാനത്തിനുള്ള ഒരു ശക്തിയായി വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ സുരക്ഷാ കൗൺസിലിന്റെ സ്ഥിരാംഗങ്ങളുടെ വീറ്റോ അധികാരം പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്ന ആവശ്യവും ശക്തമാകുന്നത്.